ആരെയും വിശ്വസിപ്പിക്കാൻ പാകത്തിനുള്ള നടപടിക്രമങ്ങൾ, ചോദ്യം ചെയ്യൽ മുറിയും കോടതിയും വരെ സജ്ജീകരിച്ചുകൊണ്ടുള്ള സമൃദ്ധമായ നീക്കങ്ങൾ. താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന് തിരിച്ചറിഞ്ഞത് വൈകിയാണെന്ന് ഗീവർഗീസ് മാർ കൂർലോസ് പറയുന്നു. ഈ മാസം 2-ാം തീയതി വാട്സാപ്പ് വീഡിയോ കോൾ മുഖേനയാണ് സംഘം തന്നെ ബന്ധപ്പെട്ടത്. മുംബൈ സൈബർ എന്ന കോളർ ഐഡിയിലാണ് ഒരു ഫോൺ വരുന്നത്. അത് നരേഷ് ഗോയൽ മണി ലോണ്ടറിങ് ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ മണി ലോണ്ടറിങ് നടക്കുന്നുണ്ട്, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് അവിടെ ഒരു FIR രജിസ്റ്റർ ചെയ്തൊരു കേസ് എടുത്തിട്ടുണ്ട്. ഇമീഡിയറ്റ് ആയിട്ട് ബോംബെ വരണമെന്നാണ് എന്നോട് ആവശ്യപ്പെടുന്നത്. 2 നാൾ വെർച്വൽ കസ്റ്റഡിയിലാണെന്ന് വിശ്വസിപ്പിച്ചു. ഭക്ഷണം കഴിക്കാനും ശുചിമുറി ഉപയോഗിക്കാനും മാത്രമാണ് അനുവാദമുണ്ടായിരുന്നത്. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ബാങ്കിലുള്ള മുഴുവൻ പണവും സുപ്രീം കോടതി നിരീക്ഷണത്തിലുള്ള പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് പണം കൈമാറിയത്. എനിക്ക് ആകെയുള്ള 3 അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നു. അതിലുള്ള എമൗണ്ട് എല്ലാം കൂടെ 13 ലക്ഷം രൂപയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നു. അപ്പോൾ അവരൊരു ബാങ്ക് ഡീറ്റെയിൽസ് അയച്ച് തന്നു. അത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള സീക്രട്ട് സർവീസ് അക്കൗണ്ടാണ്, അതിലേക്ക് അയക്കണം, 12 മണിക്ക് മുമ്പ് അയക്കണമെന്ന് പറഞ്ഞു. ട്രാൻസ്ഫർ ചെയ്തു. ആവശ്യപ്പെട്ട പണം മുഴുവൻ നൽകാൻ കഴിയാതായതോടെ ഒരു വൈദികന്റെ സഹായം തേടി. അങ്ങനെ അവസാന ഘട്ടത്തിൽ 1,70,000 രൂപ കൂടി കൈമാറി. നാളെ നിങ്ങളുടെ റിലീസ് ഓർഡർ വരികയാണ്. ഞാനാണ് നിങ്ങളെ എത്രയും സഹായിച്ചത്, അതുകൊണ്ട് എനിക്കൊരു ഗിഫ്റ്റ് തരില്ലേ? അത് വാട്സപ്പിൽ ഒരു ചാറ്റിൽ. അപ്പോഴാണ് എനിക്ക് ജെന്യുവനായിട്ടൊരു സംശയം തോന്നിയത്. ഒരിക്കലും ഒരു CBI ഓഫീസർ ഗിഫ്റ്റ് ചോദിക്കില്ലല്ലോ. പരാതി നൽകിയത് 2 കാരണങ്ങളാൽ. 1, മറച്ചുവെക്കാൻ ഒന്നുമില്ല എന്നത്. 2, തട്ടിപ്പിനെക്കുറിച്ച് പൊതുസമൂഹം അറിയണമെന്ന ആഗ്രഹം. ഗീവർഗീസ് മാർ കൂർലോസിന്റെ പരാതിയിന്മേൽ കീഴ്വായ്പൂർ പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. വിരമിക്കൽ ആനുകൂല്യമടക്കം ആകെ 15,11,086 രൂപയാണ് തട്ടിപ്പിൽ നഷ്ടമായത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.